നദികൾ ചോദിക്കുന്നു, പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ നദികൾ ചോദിക്കുന്നു, എവിടെ റൂം ഫോർ റിവർ? ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ ഒട്ടാകെയുള്ള എന്ന് വെച്ചാൽ 44 പുഴകളും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ നദികളെല്ലാം ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ടാകാം. ആലപ്പുഴയുടെയും കുട്ടനാടിൻ്റെയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കി വികസനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് MS സ്വാമിനാഥൻ പദ്ധതി കൊണ്ടുവന്നത്. പദ്ധതി എവിടെയായി, എത്രമാത്രം അത് വിജയിച്ചു, എത്രമാത്രം പൂർത്തിയാക്കപ്പെട്ടു, ഇപ്പോഴും നമുക്കറിയത്തില്ല. ആ പദ്ധതി വന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞൊരു പദ്ധതി അതെന്നാണ് രൂപം കൊണ്ടത്? അതായത് 2018 ഒരു പക്ഷേ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും ഭീകരമായ പ്രളയവും വെള്ളപ്പൊക്കവും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദവുമായി നെതർലാൻഡ്സ് സന്ദർശിച്ചത്. എന്നിട്ട് അവിടെ, അതായത് ഡച്ച് മോഡൽ റൂം ഫോർ റിവർ, അത് അവിടുത്തെ രീതിയിൽ ഇവിടെ നടപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ 2006 നെതർലാൻഡ്സിൽ റൂം ഫോർ റിവർ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. 2015 പൂർണ്ണ തോതിലായി രാജ്യത്തെ 3 പ്രധാന നദികളിൽ 30ഓളം സ്ഥലങ്ങളിൽ അവയ്ക്കൊഴുകാൻ കൂടുതൽ ഇടം നൽകി പ്രളയം നിയന്ത്രിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നെതർലാൻഡ്സിലെ 3 വൻ നദികളെ അവയ്ക്ക് ഇഷ്ടം പോലെ ഒഴുകിപ്പോകാൻ സ്പേസ് കണ്ടെത്തി അവയുടെ ഒഴുക്ക് തടസ്സമില്ലാതെയാക്കി. അതാണ് റൂം ഫോർ റിവർ. അങ്ങനെ അവിടുത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിച്ചു, പ്രളയം നിയന്ത്രിച്ചു, ജനജീവിതം സുഗമമാക്കി. ആ മോഡൽ കണ്ടുപഠിക്കാനാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും 2018 നെതർലാൻഡ്സിലെത്തുന്നത്. നെതർലാൻഡ്സിലെത്തി ആ പദ്ധതി കണ്ടുപിടിച്ചു. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം ആ ഇടയ്ക്കാണ് ആർക്കിടെക്റ്റ് ശങ്കർ അദ്ദേഹത്തിൻ്റേതായ ഒരു മാതൃകയിലുള്ള വീട് നിർമ്മിച്ച് പത്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹം അത് കാണിച്ചിരുന്നു. അങ്ങനെ ഒരു വീടാണ് എങ്കിൽ പ്രളയത്തിൽ പോലും ആ ജലത്തിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വീടൊഴിഞ്ഞ് പോകേണ്ടാത്ത തരത്തിലുള്ള ഭവനങ്ങൾ, അങ്ങനെയുള്ള ഭവനങ്ങൾ പണിത് അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു മാതൃക അദ്ദേഹം പത്രങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു പ്രസക്തിയും ഉള്ളതായിട്ട് ഗവൺമെൻറ് കണക്കാക്കിയുമില്ല. അദ്ദേഹവുമായിട്ട് കൺസൾട്ടേഷൻ പോലും നടത്തിയതായിട്ട് കേട്ടിട്ടില്ല. എന്തായാലും അതിനുശേഷം ഈ റൂം ഫോർ റിവർ നെതർലാൻഡ്സ് മാതൃക കണ്ട് മനസ്സിലാക്കി വന്ന ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ കുട്ടനാടിൻ്റെ അവസ്ഥ. ഇന്ന് നമ്മൾ കണ്ടു, റാന്നി പോലെയുള്ള ആ മേഖലകൾ മുഴുവനും പ്രളയജലത്തിൽ മുങ്ങി നിൽക്കുന്നു. ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണങ്ങൾ നമുക്കറിയാം. കണ്ടമാനം ക്വാറി മാഫിയയുടെ സ്വാധീനമാണ് ഈ മലകളെയൊക്കെ ഇങ്ങനെ ഒഴുക്കി കൊണ്ടുവരുന്നത്. എന്നിട്ടോ നമ്മുടെ പദ്ധതികൾക്കൊന്നും ക്വാറിയിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകളുടെ അഭാവം ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റിനെ പോലും അത് ബാധിക്കുന്നു. ജോസഫ് വിജയ് മുഖ്യമന്ത്രി തമിഴ്നാട്, അദ്ദേഹം അവിടെ നിന്ന് കല്ല് പുറം സംസ്ഥാനങ്ങളിലേക്ക്, കേരളത്തിലേക്കെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഏത് പുറം സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് നിരോധിച്ചിരിക്കുന്നു. കാരണം എന്താണ്? അവിടുത്തെ ആവശ്യത്തിന് കല്ലുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ വരരുത്. അപ്പോൾ അദ്ദേഹം സ്വന്തം സംസ്ഥാനത്തെ വികസനം മുന്നിൽ കാണുന്നു. ആ വികസനം ഈ കേരളത്തിലുള്ളവർ അത്തരം വികസനം മുന്നിൽ കാണാത്തത് കൊണ്ടാണ് നമ്മുടെ മുക്കുന്നിമലയിൽ നിന്നൊക്കെ ക്വാറി യാതൊരു തത്വദീക്ഷയുമില്ലാതെ കല്ലുകൾ വെട്ടി കടത്തി കൊണ്ടുപോയത് കൊണ്ട് നിങ്ങൾ മുക്കുന്നിമലയിൽ ചെന്ന് നിന്ന് നോക്കണം. ഒരു സമുദ്രത്തിലേക്ക് നോക്കുന്നത് പോലെയാണ് കല്ല് വെട്ടിയെടുത്തു കൊണ്ടുപോയ ഭാഗത്തേക്ക് നമ്മൾ നോക്കിയാൽ. ആ തരത്തിൽ കേരളത്തിൻ്റെ ക്വാറി, അതായത് കേരളത്തെ മുഴുവനും ക്വാറി മാഫിയയാണ് ഈ പരുവത്തിൽ നശിപ്പിച്ചത്. അങ്ങനെ ഈ ക്വാറി മാഫിയയുടെ സ്വാധീനത്തിലാണ് നല്ല കനത്ത 2 മഴ പെയ്താൽ അങ്ങും ഇങ്ങും എവരിവെയർ, എവിടെ നോക്കിയാലും അവിടെയൊക്കെ ഉരുൾപൊട്ടലാണ്. വീടുകൾ ഒലിച്ചു പോകുന്നു. ഇപ്പോൾ കോഴിക്കോട് തന്നെ നമ്മൾ ഉരുൾപൊട്ടലിൻ്റെ കഥ കേട്ടു.
ഇടുക്കിയിൽ കേട്ടു. ഇനി വയനാട് ജില്ലയിലെ എത്രയെത്ര ഉരുൾപൊട്ടലാണ് കേൾക്കാനിരിക്കുന്നത് മഴ തുടർന്നാൽ എന്നറിഞ്ഞുകൂടാ. ഇക്കൊല്ലം മഴ പെയ്തതേയില്ല, എന്നിട്ടാണ് ഈ അവസ്ഥ. 1-2 ദിവസം മഴ അടുപ്പിച്ച് പെയ്തപ്പോഴേക്കുമാണ് ഈ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പോലും മുഖ്യമന്ത്രി, അതായത് പ്രളയം, മുഖ്യമന്ത്രി നമ്മുടെ ഒരായുഷ്കാലം കണ്ട പ്രളയത്തിൽ ഏറ്റവും തീവ്രമായ പ്രളയമാണ് 2018 കണ്ടത്. ആ പ്രളയത്തിൽ കണ്ട് കുട്ടനാടിനെ ജനം ഉപേക്ഷിച്ചു പോവുകയാണ്. ഇവിടെ ജീവിക്കാൻ വയ്യ, ഇവിടെ വസ്തുവോ വീടോ ഉണ്ടായിട്ട് പ്രയോജനമില്ല, ഭയന്നു മാത്രമേ മഴക്കാലമായാൽ ജീവിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലാണ് കുട്ടനാട്ടുകാർ വീട് വിറ്റ് ഏതെങ്കിലും പിടിയാ വിലയ്ക്ക് വസ്തുവും വീടും കൊടുത്ത്, അതല്ലെങ്കിൽ അവിടെ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് കിടന്നോട്ടെ സ്വന്തം പേരിൽ എന്ന് പറഞ്ഞ് മറ്റെവിടെയെങ്കിലും, അതായത് വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത മേഖലകളിൽ ജീവിക്കാനായിട്ട് പോകുന്നു. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതും കേൾക്കുന്നതുമായ കാഴ്ചകളാണ്. അപ്പോഴാണ് ഈ റൂം ഫോർ റിവർ, അതായത് 44 റിവറുകളുടെ കാര്യത്തിലും ഈ ആവശ്യമുണ്ട്. അത് വയനാട് തൊട്ട് കാസർഗോഡ് തൊട്ട് ഇടുക്കി വരെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള പുഴകൾ, ഈ 44 പുഴകൾക്കും ഈ റൂം ഫോർ റിവർ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ നദികളും നമുക്കറിയാം എക്കലും ചെളിയും മൂടി കിടക്കുകയാണ്, നീരൊഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്ര ഭീകരമായ രീതിയിൽ ഇലക്ട്രിസിറ്റി ക്ഷാമം തന്നെ നേരിടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ നദികളെ ക്ലീനാക്കുക, ശുദ്ധജലം അശുദ്ധമായി പോയതുകൊണ്ട് തന്നെയാണ് പകർച്ചവ്യാധികളുടെ ഈറ്റില്ലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിലാണ് ഒരു വിദേശ പര്യടനം നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ, വലിയ കാര്യശേഷിയുള്ളവനെന്ന് സ്വയം അഭിമാനിക്കുന്ന മുഖ്യമന്ത്രി അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറുവിരൽ അനക്കിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ 2006 മുതൽ 2015 വരെയുള്ള കാലഘട്ടം കൊണ്ട് നെതർലൻഡ്സിലെ ആ പ്രക്രിയ അവർ പൂർത്തിയാക്കി. ഇവിടെ 2019 മുതൽ 2026 വരെയുള്ള കാലം കൊണ്ട് അതിൻ്റെ 20% പ്രവർത്തനം പോലും പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നതുകൊണ്ടാണ് ഏതാനും മണിക്കൂറുകൾ മഴ പെയ്തപ്പോഴേക്കും കുട്ടനാട്ടിലേക്ക് ഇങ്ങനെ മലവെള്ളം ഇരച്ച് കയറുന്നതും ജനജീവിതം, കുട്ടനാട്ടിൽ മാത്രമല്ല, റാന്നി, കോന്നി, പത്തനംതിട്ട ജില്ല മുഴുവനും, എവ്രിവർ, പാല, എല്ലായിടത്തും ജനജീവിതം ദുസ്സഹമായി തീർന്നതും. അതുപോലെ തന്നെയാണ് നമ്മൾ അങ്ങ് പോയാൽ കോഴിക്കോട് ജില്ലയിലേക്കോ വയനാട് ജില്ലയിലേക്കോ ഒക്കെ പോയാൽ ഇവിടെയൊക്കെ ഇതുപോലെയുള്ള പ്രശ്നം ഇപ്പോൾ തുടരുകയാണ്. ഈ റൂം ഫോർ റിവർ എന്ന ആശയം പൂർത്തീകരിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ ജില്ലകളിലും അതായത് നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കപ്പെടുമായിരുന്നു, അവയ്ക്ക് ഒഴുകി കടലിൽ പോകാൻ സാധ്യതയുണ്ടാകുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട്, അതായത് നമുക്ക് ഈ പറയപ്പെട്ട ആരോഗ്യ മേഖലയിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ, അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന പണം, ഇതൊക്കെ ലാഭിക്കാൻ കഴിയുമായിരുന്നു. ജനജീവിതം കേരളത്തിൽ സുഗമമായി തീരുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു വിദേശയാത്ര നടത്തി കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടു. ആ ഒരു വിദേശയാത്രയിൽ തന്നെയാണ് നമുക്കറിയാം ഇംഗ്ലണ്ട് പര്യടനം, ഗൾഫ് പര്യടനം, ഇതൊക്കെ അതിൻ്റെ കൂടെയുള്ള പര്യടനങ്ങളായിരുന്നു. അങ്ങനെയൊക്കെ സുഖമായി പോയി വന്നു എന്നതിൽ കഴിഞ്ഞ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സാധ്യമാക്കി എന്നതിൽ കവിഞ്ഞ് ഇവിടെ വന്ന് ഇത് നെതർലാൻഡ്സ് മോഡൽ നടപ്പാക്കണം എന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അതാണ് ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആ കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് അല്ലായിരുന്നുവെങ്കിൽ വീണ്ടും പ്രളയക്കെടുതി കേരളത്തെ, അതായത് ഈ 7 വർഷങ്ങൾക്ക് ശേഷവും പ്രളയക്കെടുതി ഇതുപോലെ ഈ നാടിനെ വിറപ്പിക്കില്ലായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ കടന്നുപോയ മുഖ്യമന്ത്രിയും ഒരു കാര്യം ഓർക്കുക, ലോകത്തെ 17% പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. പക്ഷേ ലോകത്തെ 4% ജലം മാത്രമേ, ശുദ്ധജലം മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആ ഇന്ത്യയിൽ ജലമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ ജലം നശിച്ചു പോകാനോ ജനങ്ങളുടെ നാശത്തിനു വേണ്ടിയോ ഉപയോഗിക്കാതെ വികസനത്തിനു വേണ്ടി, ആയുരാരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ റൂം ഫോർ റിവർ എത്രയും വേഗം പൂർത്തിയാക്കി ഈ ജനതയെ ചേർത്ത് പിടിക്കണം എന്നാണ്. പ്രത്യേകിച്ചും കുട്ടനാടൻ ജനതയെ ചേർത്ത് പിടിക്കണം. കാരണം അവർ കുട്ടനാട് ഇട്ടെറിഞ്ഞു പോവുകയാണ്.
വേറെ എവിടെ ചേക്കേറിയാലും ഇവിടെ ജീവിതം അസഹനീയമെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കണ്ടില്ലെന്ന് നടിക്കരുത്. കുട്ടനാട് കേരളത്തിൻ്റെ ഹൃദയമാണ്. മാത്രവുമല്ല, കുട്ടനാട് സംരക്ഷിക്കപ്പെട്ടാൽ കുട്ടനാട് എന്ന നെല്ലറയും പാലക്കാട് എന്ന നെല്ലറയും കൂടി നമ്മെ കുറച്ചുകൂടി ഭക്ഷ്യ സുരക്ഷയിലേക്ക് നയിക്കുമെന്നതിനും സംശയമില്ല.